പ്രതിഷേധത്തിന് പിന്നാലെ ഇടുക്കി അടിമാലി സർക്കാർ സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരാൻ തീരുമാനം. TC വാങ്ങി മടങ്ങിയ കുട്ടികളെ തിരികെ എത്തിക്കും. 12 കുട്ടികളെ ഉൾപ്പെടുത്തി ഇംഗ്ലീഷ് മീഡിയം നിലനിർത്തും. ഡിവിഷൻ തുടരുമെന്ന ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. മുന്നറിയിപ്പില്ലാതെ ഇംഗ്ലീഷ് മീഡിയം നിർത്തലാക്കിയെന്നാരോപിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥി യുവജന സംഘടനകളും രാവിലെ പ്രതിഷേധിച്ചിരുന്നു. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി. ആഷിഖ്, അവസാനം ഈ ഡിവിഷൻ പുനഃസ്ഥാപിക്കാം എന്ന് തീരുമാനിച്ചോ? പ്രതിഷേധത്തിനൊടുവിൽ പ്രതിഷേധക്കാരുടെ ആവശ്യത്തിന് വഴങ്ങുകയായിരുന്നു സ്കൂൾ അധികൃതർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നിലവിലെ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ പരിമിതി മൂലം സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരാൻ കഴിയുകയില്ല എന്ന വിശദീകരണത്തിൽ നിന്ന് മാറി ആ ഡിവിഷനിൽ നിന്ന് TC വാങ്ങിച്ച് മടങ്ങിപ്പോയ വിദ്യാർത്ഥികളെ അടക്കം തിരികെ എത്തിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ തുടരാനുള്ള തീരുമാനം സ്കൂൾ അധികൃതർ കൈക്കൊള്ളുകയായിരുന്നു. ആ ഡിവിഷൻ തുടരാൻ ആവശ്യമായ അഡീഷണൽ അധ്യാപകരെ നിയമിക്കുവാൻ വേണ്ട ഇടപെടൽ കൂടി വിദ്യാഭ്യാസ വകുപ്പിൽ നടത്തുമെന്ന് ഇപ്പോൾ പ്രധാന അധ്യാപിക പ്രതിഷേധക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറായത്. എന്നാൽ ഈ വിഷയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ പറയുന്നത് വിഷയം പ്രാഥമികമായി പഠിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഈ വിഷയം അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. കൂടാതെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ ഈ കാര്യം ഉടൻ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നുണ്ട്. ഏതായാലും ഈ പ്രവേശനോത്സവ ദിനത്തിൽ ഇടുക്കിയിൽ നിന്ന് ഒരു പ്രതിഷേധത്തിന്റെ വാർത്തയാണ് ഉണ്ടായത്. അതും വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പില്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. മന്ത്രി തന്നെ ആ കാര്യം എടുത്തു പറയുകയുണ്ട്. ഇംഗ്ലീഷിൽ പഠിക്കാനുള്ള അവകാശം ഒരു വിദ്യാർത്ഥിക്ക് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഏതായാലും പ്രവേശനോത്സവ ദിനത്തിലെ ഇടുക്കിയിലെ പ്രതിഷേധ പരിപാടികൾ എന്തായാലും അവസാനിച്ചിരിക്കുന്നു. നിഷാദ്.